കെട്ടിയൊരുങ്ങുള്ള നിൽപ്പും പാവം തന്നെ കണ്ടാൽ അറിയാമല്ലോ ഞങ്ങൾ ഇങ്ങോട്ടോ യാത്രയ്ക്കുള്ള പുറപ്പാടാണെന്ന്. അതെ, ഞങ്ങളൊരു യാത്ര പോവാണ്. ഈ തംബ്നെയിൽ കണ്ട പോലെ തന്നെ കൊച്ചിയിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനായിട്ട്. ലുലു മാളോ ഫോറം മാളോ ഒന്നും കാണാനല്ല കേട്ടോ ഞങ്ങൾ പോണത്. കൊച്ചി മട്ടാഞ്ചേരി പാലസ് അവിടെയൊക്കെ ഒന്ന് കാണാനായിട്ടാണ് പോണത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ മതിലകത്ത് വന്ന് മതിലകത്ത് നിന്ന് ഒരു KSRTC പിടിക്കുകയാണ് ചെയ്തത്. അവിടെ നേരെ വന്ന് ഹൈക്കോർട്ട് സ്റ്റോപ്പിൽ ഇറങ്ങി. അവിടെ നിന്നാണ് പിന്നെ ബാക്കി യാത്രകളൊക്കെ ഉണ്ടായിരുന്നത്. എൻ്റെ സൗണ്ട് ചെറുതായിട്ടൊന്ന് അടഞ്ഞിരിക്കുകയാണ്, കഫക്കെട്ടും പനിയൊക്കെ വന്നിട്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ക്ഷമിക്കുക കേട്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ. കൊച്ചിയിൽ വന്ന് ബസ് ഇറങ്ങി നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ അവിടേക്ക് നടന്നപ്പോഴേക്കും ആൾക്കാർ വന്ന് ഞങ്ങൾ മൂടി. അതും പല ബോട്ടിൻ്റെ ആൾക്കാർ. അവർ പറഞ്ഞു നിങ്ങളെ കടലിൽ കൊണ്ടുപോകാം, ഡോൾഫിനെ കാണിച്ചു തരാം, അത് കാണാം ഇത് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം വാട്ടർ മെട്രോ ആയതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ ഉപേക്ഷിച്ച് നടക്കാൻ തുടങ്ങി. പക്ഷേ വാട്ടർ മെട്രോ എക്സാക്ട്ലി എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് കുറേ നടന്നു. ആരോട് ചോദിച്ചു കഴിഞ്ഞാലും തെക്ക് വടക്കെന്ന് പറഞ്ഞു തന്നു. ഞങ്ങൾ തെക്കോട്ടും വടക്കോട്ടും ഇല്ലാണ്ടായിട്ടായിരുന്നു നടപ്പ്. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരെ അവിടെ കണ്ടത് നമ്മുടെ സിലിക്കോൺ സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. എന്നാൽ പിന്നെ അവിടെ കയറി ചായ കുടിക്കാമെന്ന് വെച്ചു. കാരണം ബാക്കിയുള്ളടത്തൊക്കെ ബംഗാളികളാണ് ചായ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് പാപ്പൻ ചായ വാങ്ങാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് നടന്നു. മറൈൻ ഡ്രൈവിൻ്റെ മനോഹരമായ ബ്യൂട്ടിയൊക്കെ കണ്ടിട്ട് ഇവിടെയാണ് പ്രിയം സിനിമ ഷൂട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നടന്നിരുന്നത്. അങ്ങനെ അവിടെ വന്ന് പലതരം ചില്ലുകൂട്ടിലിരിക്കുന്ന പലഹാരങ്ങൾ കണ്ടു. പലർക്കും പലത് കഴിക്കണം എന്നായി. അങ്ങനെ ലാസ്റ്റ് ഓരോരുത്തർ ചിക്കൻ പപ്സ് അതുപോലെ തന്നെ ചിക്കൻ റോൾ അങ്ങനെ പല സാധനങ്ങൾ സെലക്ട് ചെയ്ത് കഴിച്ച് വിശപ്പൊക്കെ ഒന്ന് അടക്കി അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. അവിടെ ഇറങ്ങി പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഇവിടെയല്ല സ്ഥലം വാട്ടർ മെട്രോ. ഞങ്ങൾ വന്ന വഴി തിരിച്ച് നടന്നല്ലേ വാട്ടർ മെട്രോ എടുത്തോളൂ എന്ന് മനസ്സിലായി. അങ്ങനെ കുറേ നടന്ന് അത്യാവശ്യം ചെറുതായിട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ എത്തി. പിന്നെ ഒടുക്കത്തെ തിരക്ക്. ഞങ്ങൾ പോയത് സാറ്റർഡേ ആയിരുന്നതുകൊണ്ട് നല്ല തിരക്കുണ്ടായിരുന്നു. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപാര തിരക്കായിരുന്നു. ഞങ്ങൾക്ക് പിന്നെ ഫസ്റ്റ് ട്രിപ്പിലൊന്നും കിട്ടിയില്ല. സെക്കൻഡ് ട്രിപ്പിൽ ഞങ്ങളായിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ നിന്നിരുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഫസ്റ്റ് തന്നെ കയറാൻ പറ്റി. അതുകൊണ്ട് ഞങ്ങൾക്ക് വാട്ടർ മെട്രോ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഫസ്റ്റ് തന്നെ സീറ്റ് പിടിക്കാൻ പറ്റി, സൈഡ് സീറ്റ് കിട്ടി, നല്ല വ്യൂ കിട്ടി, പിന്നെ ഓടിക്കളിക്കാൻ കിട്ടി, ഞങ്ങൾ വീഡിയോ എടുക്കാൻ പറ്റി. അതൊക്കെ ഞങ്ങളൊരു ഭാഗ്യം തന്നെയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും ഇങ്ങനെ വന്ന് കയറി കുറേ പേരെ നിൽക്കണമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ സൈഡ് സീറ്റ് എന്തായാലും എടുത്ത് കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ കുറച്ച് നേരം എടുത്തു വാട്ടർ മെട്രോ എടുക്കാനായിട്ട്. അവിടെ നിന്ന് ആൾക്കാരെ ഫുള്ള് കയറ്റണമല്ലോ. ഞങ്ങൾ ഹൈക്കോർട്ട് സ്റ്റോപ്പിൽ നിന്ന് കയറിയിട്ട് ഇറങ്ങിയത് ഫോർട്ട് കൊച്ചിയിലായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഫോർട്ട് കൊച്ചി ആവണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലേ ഞങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളായിരുന്നു. അങ്ങനെ ആ വഴി ഇങ്ങനെ ബോട്ട് യാത്ര തുടങ്ങിയപ്പോഴാണ് കൊച്ചിയുടെ മനോഹാരിത വീണ്ടും ആസ്വദിക്കാൻ പറ്റിയത്. നിറച്ച് ഫ്ലാറ്റുകളും അതുപോലെ തന്നെ നമ്മുടെ ബോൾഗാട്ടി പാലസും അതൊക്കെ ഫസ്റ്റ് ടൈമാണ് ഇവിടെ കാണുന്നതൊക്കെ. അപ്പം അതൊക്കെ കണ്ട് ആസ്വദിച്ചു. അതേ അപ്പുറത്ത് വ്ളോഗർ പാപ്പനുണ്ടായിരുന്നു. പാപ്പനോട് നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അവർ ആ സൈഡിലായിരുന്നു, ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിലായിരുന്നു എടുത്തിരുന്നത്. കാരണം എല്ലാവർക്കും വിൻഡോ സൈഡ് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. ആകെ വിൻഡോ സൈഡ് 2 ഉള്ളൂ. അപ്പോൾ പിന്നെ അവർ ബാക്കിയുള്ളവർ അവിടെ ഇരുന്നു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പിന്നെ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഈ ഷിപ്പിംഗ് യാർഡിനൊക്കെ ഉണ്ടല്ലോ, അവിടെ അടിപൊളി ഷിപ്പുകളൊക്കെ കണ്ടു. ഈ വലിയ ഷിപ്പുകൾ, അതിൽ നിന്ന് ലോഡ് ഇറക്കണതൊക്കെ കണ്ടു. അപ്പം നമ്മൾ ഒരു ചെറിയ ബോട്ട് അതിലെ കൂടെ പോകണ്ടായിരുന്നു. അപ്പോഴാണ് മനസ്സിലായത് ആ ബോട്ട് എന്ന് പറയുന്നത് ആ ഷിപ്പിൻ്റെ അടുത്ത് വെറും ഒരു ഉറുമ്പിനെ പോലെയാണ് കേട്ടോ. ഒരു ഉറുമ്പ് മാനെ നിൽക്കണ പോലെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം എന്തൊരു കുഞ്ഞാലേ ആ ബോട്ട്, ചെറിയൊരു ബോട്ട് എത്ര ബോട്ട് വെച്ചാലായിരിക്കും അത്രയും വലിയൊരു ഷിപ്പാക്കാൻ പറ്റാം. അങ്ങനെ ഈ കണ്ടെയ്നർ ഷിപ്പ് കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സമയത്ത് സൈഡിൽ കൂടെ ഒരു എണ്ണക്കപ്പൽ പോണ കണ്ടേ. അതും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. ഒരു ചുമപ്പ ഇന്ത്യൻ കപ്പലായിരുന്നു. അതായിരുന്നു അതിൻ്റെ പ്രത്യേകത. അതിൽ എണ്ണ കൊണ്ടുവന്ന് ഇറക്കണമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സൈഡിലിരുന്ന ആൾക്കാർ. അതാണ് എൻ്റെ അറിവ്. എനിക്കും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല ഗൈസ്. അപ്പോൾ അതൊക്കെ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ആ വലിയ ഷിപ്പ് പോണ കാരണം നമ്മുടെ ബോട്ടിന് നല്ല ഇളക്കമുണ്ടായിരുന്നു. ഭയങ്കര വീവിയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. അങ്ങനെ ആ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങളുടെ സ്റ്റോപ്പായ ഫോർട്ട് കൊച്ചിയിലെത്തി. ഫോർട്ട് കൊച്ചിയിലെത്തി ഇറങ്ങി ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിൽക്കുന്ന സമയത്ത് അവിടെ നിന്ന് ഞങ്ങളെ സെക്യൂരിറ്റി ആട്ടി വിട്ടു. കാരണം വേഗം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വേഗം തിരക്ക് പിടിച്ച് പുറത്തിറങ്ങി. എന്നിട്ട് പിന്നെ തെക്കും വടക്കറിയാണ്ട് വീണ്ടും നിപ്പായി. എങ്ങടാ പോകേണ്ടതെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചു, ചേട്ടാ ഈ ഫോർട്ട് കൊച്ചി ബീച്ച് എവിടെയാണ്, ഏത് വഴിയാണ് നടക്കുക? അപ്പോൾ പറഞ്ഞു, മക്കളെ ഈ ആ വഴിയാണ് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ വഴി വിട്ടു. അപ്പോഴാണ് കണ്ണാട വിൽക്കണ കണ്ടിട്ട് അങ്ങനെക്ക് കണ്ണാട വേണം എന്നുള്ളൊരു പൂതി. പിന്നെ കുറച്ച് കണ്ണാട വാങ്ങിച്ചു കൊടുത്താൽ മിണ്ടാണ്ട് നടക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളവിടെ നിന്ന് കണ്ണാടയൊക്കെ വാങ്ങാൻ തുടങ്ങി. കണ്ണാട നോക്കി എന്താ പറയുക, പല വെറൈറ്റി കളറുകളൊക്കെ നോക്കി. ബ്ലാക്ക് നോക്കി, വൈറ്റ് നോക്കി, ബ്ലാക്കിൽ ബ്ലൂ, ബ്ലാക്കിൽ വൈറ്റ്, ബ്ലാക്കിൽ
ഇതെന്ന് പറഞ്ഞിട്ട് കുറേ കണ്ണട നോക്കി, കണ്ടില്ല ഇത് കണ്ടിട്ട് അങ്ങനെ ബ്ലൈൻഡ് ലുക്ക് പോലില്ലേ. പക്ഷെ ഞങ്ങൾ ഇതൊന്നല്ല വാങ്ങിച്ചത് ഗൈസ്, ഞങ്ങൾ ഈ വെള്ളയിൽ നീല കളറുള്ള അടിപൊളി കണ്ണടയാണ് വാങ്ങിച്ചത്. അങ്ങനെ കണ്ണടയൊക്കെ വെച്ച് ഞങ്ങൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ വഴിയോരങ്ങളിലൂടെ നടന്നു പോവുകയാണ്. ആ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ വേറൊരു വ്യത്യസ്തമായ കാഴ്ച കണ്ടത്. പല വെറൈറ്റി മീനുകൾ നമ്മുടെ സൈഡിൽ വെച്ചിരിക്കുന്നു. വലിയ വലിയ മഡ് ക്രാബുകൾ, പിന്നെ കൊഞ്ച്, ആ ചെമ്മീൻ ഈ ചെമ്മീൻ, പല സൈസുള്ള ചെമ്മീൻ. ഒരു ചേട്ടൻ നിന്ന് അവിടെ ഒരു മീൻ നന്നാക്കുന്നു, പൂമീൻ, പിന്നെ അതേ മല്ലിൽ എന്ന് പറഞ്ഞാൽ ഈലാണ്, പിന്നെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്രാവ്, അങ്ങനെ പല പല മീനുകൾ കണ്ടിട്ട് കൊതിയായിട്ട് പണ്ടായില്ല. കാരണം നമ്മുടെ അവിടെ ഒന്നും ഇത്രയും ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടില്ല. കിട്ടും, എന്നാലും ഇത്രയ്ക്കും വലുപ്പമുള്ള മീനും ഫ്രഷ് ആയിട്ടുള്ള മീനൊന്നും കിട്ടില്ല. കാരണം അപ്പുറത്ത് തന്നെ ചേട്ടന്മാർ ചീന വലയിലും അതുപോലെ തന്നെ ബോട്ടിലൊക്കെ പോയി പിടിക്കണതല്ലേ. പിന്നെ യാത്രകളൊക്കെ കാണുമ്പോൾ മീനൊന്നും വാങ്ങാൻ നമുക്ക് പറ്റില്ലല്ലോ, കാരണം വീട്ടിലെത്തുമ്പോൾ വൈകുന്നേരം പിന്നെ മീൻ അപ്ലിക്കും ചെയ്തിട്ടുണ്ടാവും. ഞാൻ അതൊന്നും മനസ്സില്ല. പിന്നെ ഞാൻ എല്ലാ പിള്ളേരെയും കണ്ണ് ഈ ഉപ്പിലിട്ട സാധനത്തേക്കായിരുന്നു. ഇത് വാങ്ങാൻ വേണ്ടി എന്തോരം വാശി പിടിച്ചു പറയും, കാരണം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ഇത് ആ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയത് ഈ വെള്ളത്തിൽ നിന്ന് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഗതി കെട്ടിട്ട് വാങ്ങിച്ചു കൊടുക്കേണ്ടി വന്നു. അത് കൈ കിട്ടിയതും പിന്നെ വെട്ടി വെച്ച ചക്കയിൽ ഈച്ച വന്ന് പൊതിഞ്ഞ പോലെ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ആർത്തുല്ലസിച്ച് അത് കഴിച്ച് പിന്നെ വീണ്ടും ഞങ്ങൾ നടത്താൻ തുടങ്ങി. അങ്ങനെ നടന്ന് ലാസ്റ്റ് ബീച്ചിൻ്റെ അവിടെ അറ്റം വരെ എത്താമെന്നായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ പോണ വഴിയാണ് ഞങ്ങൾ ഇതുപോലത്തെ പഴയ ബോയിലറും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ കണ്ടത്. സൈഡിൽ ഇതേ ചേട്ടന്മാർ കപ്പലിൻ്റെ വർക്കുണ്ടായിരുന്നു. വീണ്ടും കുറേ മാങ്ങ കാണുമ്പോൾ അനിക്കുട്ടൻ്റെ മുഖം തിരിക്കായിരുന്നു ഞാൻ. കാരണം നോക്കല്ലേടെ ഉണ്ണി നോക്കല്ലേ, നീ ടെംപ്റ്റഡ് ആവും എന്ന് പറഞ്ഞിട്ട്. കാരണം കൊതിയായിട്ട് പാടുണ്ടായിരുന്നില്ലേ. പിന്നെ അവിടെ ഇവിടെയൊക്കെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു, ഫോട്ടോഷൂട്ടുകൾ. പിന്നെ നടന്ന് വയ്യാണ്ടായതിൻ്റെ വേറെയും കയ്യിൽ ബാഗിലൊക്കെ ആയിട്ട് കഴിക്കാനുള്ള ഫുഡിൻ്റെ ഭാരം, അതാണ് മാം ഇങ്ങനെ ഭാരം ചൂന്ന് നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ കുറേ പോസ് ഇട്ട് നടക്കുന്നു. എന്തൊക്കെ പോസാണ് എന്തോ, വല്ലാത്ത ഷോ തന്നെ, എന്താ ചെയ്യുക. പിന്നെ നടന്ന് വയ്യാണ്ടായി. അപ്പോൾ കുറേ ഓടാൻ തുടങ്ങി. ഓടി പിന്നെ ലാസ്റ്റ് ഒരു എന്താ പറയുക തൂണമ്മ കയറി ഇരിപ്പായി. അവിടെ നിന്നൊക്കെ ഇരുന്ന് നടന്നും നിരങ്ങിയും ഞങ്ങൾ എവിടേക്കോ എത്തി. ലാസ്റ്റ് നമ്മുടെ ബീച്ചിൻ്റെ അറ്റത്താറായപ്പോഴാണ് നമ്മൾ ഈ മറ്റേ ചോളം പുഴുങ്ങി വെക്കണത് കണ്ടത്. അപ്പോൾ ഇവർക്കെല്ലാം ആഗ്രഹം ചോളം പുഴുങ്ങിയത് കഴിക്കണമെന്ന്. അങ്ങനെ അവിടെ ഫസ്റ്റ് കടയിൽ ചെന്നപ്പോൾ അവിടെ ആളുണ്ടായിരുന്നില്ല. നല്ല ഭംഗിക്കൊക്കെ ചോളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ആളുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അവിടെ ഈ പോളം വിടണ കണ്ടു, അതും വലിയ പോളങ്ങൾ. അപ്പോൾ അനിക്കുട്ടൻ വിചാരിച്ചു വന്നാൽ പിന്നെ 2 വാങ്ങിച്ച് വിടാമെന്ന്. പക്ഷേ ആൾ വിടാൻ തുടങ്ങിയതും ഇത്തിരി എന്താ പറയുക ശ്രദ്ധ കുറവ് കാരണം കുപ്പിയിലെ വെള്ളം മൊത്തം നിലത്താ പോയി അങ്ങോട്ട്. അങ്ങനെ അവന് അത് വിടാൻ പറ്റിയില്ല. അങ്ങനെ വീണ്ടും 2-3 വാങ്ങിച്ച് ആളെങ്ങനെയൊക്കെയോ വിട്ടു. പിന്നെ തമിഴ്നാട് സ്റ്റൈലിൽ ഇരുന്ന് ചോളം കഴിക്കുന്ന പാപ്പൻ, മേമ, നങ്ങിനി, അങ്ങനെ എല്ലാവരും ചോളമൊക്കെ കഴിച്ചു. ഞാൻ കഴിച്ചില്ല, പിള്ളേഴ്സും അധികം കഴിച്ചില്ല, അവർക്ക് വലിയ താല്പര്യമില്ല. പിന്നെ കടലിൻ്റെ ഈ ഭാഗത്ത് നല്ല തിരയുണ്ടായിരുന്നു, ഈ ലാസ്റ്റ് ഭാഗത്ത്. അങ്ങനെ ഞങ്ങളവിടെ അധികം നിന്നില്ല, ഭയങ്കര തിരയായിരുന്നു. ഈ ബീച്ചിലേക്കൊന്നും നമുക്ക് തീരെ ഇറങ്ങാൻ പോലും പറ്റില്ല. പിന്നെ സൈഡിൽ കുറേ പേര് പട്ടം പറത്തി കളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഈ ബീച്ച് ഭയങ്കര പൊല്യൂട്ടഡ് ആട്ടോ, നിറച്ച് പ്ലാസ്റ്റിക്കും നിറച്ച് വേസ്റ്റുമാണ്. ഇത്ര അധികം ടൂറിസ്റ്റ് വരുന്നൊരു സ്ഥലമായിട്ട് പോലും ഇവർക്കിത് ക്ലീനായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടം തോന്നി. കാരണം നമ്മളും ഒരു കേരളക്കാരല്ലേ, എന്നിട്ട് നമ്മുടെ നാട് ഇങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് വലിയ സുഖം തോന്നില്ലല്ലോ. അങ്ങനെ തിരിച്ച് നടന്നു പോകുമ്പോൾ എൻ്റെ അമ്മേ എന്ന് കണ്ട് ഞങ്ങൾ പേടിച്ചത് ഈ മുഖം കണ്ടിട്ടായിരുന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഫേമസ് ആയിട്ടുള്ള ഓൾഡ് ഹാർബർ റോഡല്ലല്ലോ ഹോട്ടലിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ ഞങ്ങൾ നടന്നു. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം നിറച്ച് വണ്ടിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ ഒന്നും എടുത്തില്ല. നടന്ന് നീങ്ങി ഞങ്ങൾ നോക്കി നടന്നത് ഒരു ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഇവിടെ ജൂ ടൗണിൽ പോയിട്ട് ഫുഡ് കഴിക്കാമെന്ന്. അങ്ങനെ പിന്നെ നമ്മൾ നടന്നു വീണ്ടും നടന്നു. ജൂ ടൗണിലല്ല എത്തിയത്, ഒരു ജംഗ്ഷനിലാണ് എത്തിയത്. ആദ്യം ബസ്സിന് പോകാമെന്നായിരുന്നു പ്ലാൻ, പക്ഷെ അങ്ങോട്ട് ബസ്സില്ലാന്ന് ഞങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ അടുത്തൊന്നും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് അവിടെ എത്തി. ഓട്ടോ പിടിച്ച് പിന്നെ ഈ സൈഡിൽ കൂടെ പോകുമ്പോൾ ഈ റെസ്റ്റോറൻറ്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ. അത് ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട, കാരണം വേറൊരു സ്ഥലത്തെത്തിയ പോലെ ഫീൽ തന്നെ. ഭയങ്കര ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സും പിന്നെ അതിൻ്റെ ഉള്ളിലെ മെനുവും അതിൻ്റെ പ്രൈസും ഒക്കെ അതുപോലെ തന്നെ ഭയങ്കര പ്രൈസി ആയിരുന്നു. ഞങ്ങളതുകൊണ്ട് കയറിയൊന്നും നോക്കിയൊന്നുമില്ല, പക്ഷേ ഇവിടെ തന്നെ കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു. അതൊക്കെ ആസ്വദിച്ചാണ് നടന്നത്. ഇത് നമ്മുടെ ഫോട്ടോ കൊച്ചി ഏരിയ തന്നെയാണ് കേട്ടോ, നല്ല അടിപൊളി കണ്ടോ, നമ്മൾ ഇവിടെ പോലും തോന്നില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ മട്ടാഞ്ചേരിക്ക് പോകാനായിട്ട് ഞങ്ങൾ ഓട്ടോ പിടിച്ചാൽ പോയി. അങ്ങനെ ബസ് നോക്കിയാൽ നമ്മളിപ്പോഴൊന്നും എത്തില്ലായിരുന്നു. അങ്ങനെ പിന്നെ കമ്മത്തൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞങ്ങൾ ദോശ കഴിച്ചു. വളരെ മനോഹരമായ വൃത്തികെട്ട ദോശ, വായ വയ്ക്കാൻ കൊള്ളില്ലായിരുന്നു, പുളിച്ചിട്ട്. പിന്നെ ആ നേരത്തെ അതൊക്കെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ച് പോകുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മട്ടാഞ്ചേരി പാലസ് കാണാനാണ്. ഫുഡ് കഴിച്ച് പിന്നാലായിരുന്നു കേട്ടോ ഞങ്ങൾ മട്ടാഞ്ചേരി പാലസ് കാണാൻ പോയത്. അപ്പോൾ ഈ പിള്ളേരുടെ കയ്യിൽ ഐസ്ക്രീമൊക്കെ കണ്ടോ, ഇതൊരു ട്വിസ്റ്റ് ഉണ്ട്. ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറാൻ നിൽക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ ഐസ്ക്രീം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല. ഇവരോട് പറഞ്ഞു ഇത് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം അകത്ത് കയറിയാൽ മതി എന്ന്. അങ്ങനെ അവിടെ പോയി കുറേ സമയം, കാരണം ഇത് 4 മണിയാകുമ്പോൾ അടയ്ക്കുന്നു പറഞ്ഞു. അതിന് മുന്നേ നമ്മളിത് കയറി കണ്ടില്ലെങ്കിൽ നമുക്കിത് കാണാനുള്ള സമയം കിട്ടില്ല. അങ്ങനെ ഞങ്ങൾ ഇവരെ കൊണ്ട് വേഗം ഐസ്ക്രീം കഴിപ്പിച്ച് ഉള്ളിൽ കയറാൻ നോക്കി. ഇഷ്ടംപോലെ കുത്തനെ പടികളായതുകൊണ്ട്
ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു. പിന്നെ ഇതിൻ്റെ ഉള്ളിലത്തെ വീഡിയോ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം അവിടെ വീഡിയോഗ്രാഫി എന്താ പറയുക പ്രൊഹിബിറ്റഡ് ആയിരുന്നു. അപ്പോൾ അത് കാരണം പറ്റില്ലായിരുന്നു. ഫോട്ടോ എടുത്തപ്പോൾ തന്നെ ഞാൻ ചീത്ത പറഞ്ഞു. ചില സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ പറ്റില്ല, ചില സ്ഥലത്ത് വീഡിയോ എടുക്കാൻ പറ്റില്ല. അങ്ങനെ എൻട്രൻസ് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ. നല്ല രസമുണ്ടായിരുന്നു ഉള്ളിലൊക്കെ കാണാനായിട്ട്. പിന്നെ അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി, ഞങ്ങൾ അവിടുത്തെ കാഴ്ചയൊക്കെ കണ്ട് പിന്നെ പയ്യെ പുറത്തിറങ്ങി. ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടോ, ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ചീത്ത കിട്ടിയിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചീത്തൊക്കെ കേട്ടതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നിർത്തിയത്, കാരണം പിന്നെ പണി കിട്ടിയാലോ. അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് കണ്ട് പുറത്തിറങ്ങി പിന്നെ ഞങ്ങൾ ജൂ ടൗണിലേക്കാണ് നടന്നത്, നമ്മുടെ സിനഗോഗ് കാണാൻ, ജൂയിഷ് സിനഗോഗ്. വേറെന്തോ പറയണേ, പക്ഷെ എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ മറന്നുപോയി. അങ്ങനെ ആ വഴി കൂടെ നടന്നു. പിന്നെ ഈ വഴി കൂടെ നടക്കുന്നതിന് എന്തോ പ്രത്യേകതയുണ്ട് നമ്മുടെ ജൂ ടൗണിൻ്റെ, എന്തോ ഉണ്ട്. ഞാൻ മറ്റേ നമ്മുടെ ബൂം ബാങ്കിലെ ചേട്ടൻ്റെ വീഡിയോയിൽ കണ്ടപ്പോൾ അതിലൊരു ചേട്ടനുണ്ട്, ആൾ പറഞ്ഞിട്ട് കേട്ടതാണ് കേട്ടോ. സൈഡിൽ പിന്നെ കുറേ നമ്മുടെ ആൻറ്റിക് ഷോപ്പുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കാണാനായിട്ട്. നിങ്ങൾ മറ്റേ കരിക്കിൻ്റെ സീരീസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിലിങ്ങനെ ഉണ്ട് നമ്മുടെ ഇതുപോലത്തെ സ്ഥലങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ കാഴ്ചകൾ കണ്ട് നടപ്പായി. പിന്നെ സൈഡിലൊക്കെ കടകളൊക്കെ കാണുമ്പോൾ കയറി നോക്കുന്നുണ്ട്. ഈ ചേച്ചി കണ്ടത് ഈ സംഭവം, ഇത് നല്ല സൗണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്, നല്ല രസമുണ്ടായിരുന്നു. ഇതെന്തോ മെഡിറ്റേഷൻ യൂസ് ചെയ്യുന്നതാണ്, കയ്യിലേക്ക് വൈബ്രേഷനൊക്കെ വരും. അപ്പോൾ പിള്ളേർക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞിട്ട് ചേച്ചി ആദ്യം സമ്മതിച്ചില്ല, പിന്നെ ചെയ്യിപ്പിച്ചു. അപ്പോൾ ഓരോരുത്തരെ ആളുടെ ബോസ് കാണാണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കുകയായിരുന്നു, കാരണം ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പിന്നെ ചീത്ത പറയും. അങ്ങനെ എല്ലാവരും ചെയ്തു. പിന്നെ വീണ്ടും നടന്നു. ഈ യാത്രയുടെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ പിള്ളേരെ കൊണ്ട് ഏറ്റവും കൂടുതൽ നടക്കാനാണ്. നടന്ന് പിള്ളേർക്ക് വയ്യാണ്ടാവും. അപ്പോൾ പിന്നെ പിള്ളേരുടെ വായിലിരിക്കുന്നത് കേൾക്കണം. ഞങ്ങൾക്കൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല, പക്ഷേ ഇവർക്ക് കുറച്ച് കഴിയുമ്പോൾ വിശക്കും, വയ്യ, ഇടുക്ക്, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഇതൊക്കെ സഹിച്ചങ്ങോട്ട് പോകുക തന്നെ. പിള്ളേരൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെ ഞങ്ങൾ നടന്നു, വീണ്ടും സിനഗോഗ് നോക്കി ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ സിനഗോഗിൻ്റെ എന്താണെന്നറിയോ, ഏതോ സൈഡിൽ കൂടെ നടക്കണം, കാരണം വേറെ സൈഡിൽ കൂടെ ഏതോ അദൃശ്യ ശക്തികളൊക്കെ പോണതാണെന്നൊക്കെ അവർക്കൊരു ബിലീഫുണ്ട്. സത്യമാണോ എന്താണെന്ന് നമുക്കറിയത്തില്ല, അവരുടെ ഒരു വിശ്വാസമാണ്. അങ്ങനെ നമ്മൾ ദേ അവിടെ ഭയങ്കര അടിപൊളി ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടുകൊണ്ടു ഞാൻ. അത് നമ്മുടെ ഇവിടെ ഒന്നും കിട്ടുന്നതല്ല. ചിക്കൻകാരി ആയാലും ചന്തേരി പ്രിൻസ്, അതുപോലെ വെറൈറ്റി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ സാധനങ്ങളൊക്കെ ആയിരുന്നു. ഈ ഭാഗത്ത് കൂടെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറൊരു കൺട്രിയിലെത്തിയ പോലെ, ഒരു ഗ്രീസോ അതുപോലത്തെ ടൗൺസിലൊക്കെ കാണുന്ന ലൈക്ക് അവിടുത്തെ സ്ഥലത്ത് കാണുന്നൊരു ഫീലാണ് നമുക്കവിടെ കിട്ടാം. അതുപോലെ പെയിൻസും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കാം. അങ്ങനെ ഞങ്ങളതൊക്കെ കണ്ട് ആസ്വദിച്ച് പിന്നെ സിനഗോഗിൻ്റെ ആ ഭാഗത്തേക്ക് പോയി. അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഓരോ ഓഫ് ഡേ അതിൻ്റെ പേരിൽ തന്നെ ഇഷ്ടംപോലെ ടൂറിസ്റ്റും സഞ്ചാരികളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. അങ്ങനെ നടന്നു പോണ വഴിയാണ് ഇങ്ങനെ ഓരോ കടകൾ നോക്കി പോകുമ്പോൾ ഒരു താടിയൊക്കെ ഉള്ള ഒരു വലിയ അച്ചാച്ചൻ ഇരുന്നെന്തോ വരയ്ക്കുന്നത് കണ്ടത്. അപ്പോൾ പിന്നെയാണ് മനസ്സിലായത് അത് പോർട്രേറ്റ് വരയ്ക്കുന്നതാണെന്ന്. അപ്പോൾ ഇവർക്കത് കണ്ടേ പറ്റൂ. അങ്ങനെ കയറി വന്നതൊക്കെ കണ്ടു. ആളിങ്ങനെ വ്യത്യസ്തമായ കുറേ പടങ്ങൾ വരച്ച് അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ അത് വാങ്ങാം, അല്ലെങ്കിൽ പൈസ കൊടുത്ത് വരപ്പിക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതാണ് നമ്മുടെ സിനഗോഗിൻ്റെ ഭാഗം. ഇതാ വരുന്നതാണ് സിനഗോഗിൻ്റെ എൻട്രി. പിന്നെ അവരുടെ സ്റ്റാർ സിമ്പലൊക്കെ ഉണ്ട്. എനിക്കിത് കാണുമ്പോൾ എന്തോ എസ്ര ആദം ജോൺ സിനിമയൊക്കെ എനിക്ക് ഓർമ്മ വരും കേട്ടോ. അതെന്താണെന്ന് എനിക്കറിയില്ല. അപ്പം അങ്ങനെ അവിടെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മ്യൂസിയം പോലെയൊക്കെ ഉണ്ടായിരുന്നു. അത് ആദ്യം കണ്ടതിന് ശേഷം പിന്നെ നമ്മുടെ സിനഗോഗിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ വീഡിയോഗ്രാഫി അവൈലബിൾ ആയിരുന്നു. പിന്നെ അവർ നമ്മൾ ഫ്ലാഷ് വെച്ചിട്ട് ഫോട്ടോ എടുക്കരുതെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം നിങ്ങളത് ശ്രദ്ധിച്ചാൽ മതി അവിടേക്ക് പോകണമെങ്കിൽ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ വളരെ ഒരു വ്യത്യസ്തമായ അനുഭവമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ചർച്ച് കാണുന്നത്. ഇതിനു മുന്നേ ഇത്രയും എന്താ പറയുക മനോഹരമായിട്ടൊരു ചർച്ച് ഞാൻ കണ്ടിട്ടില്ല. അതും ഇത്രയും പഴക്കേറിയ ഒരു ചർച്ച്. അതിൻ്റെ ഉള്ളിലുള്ള ഷാൻഡ്ലിയേഴ്സും അതുപോലെ തന്നെ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഓരോ റൈറ്റിങ്സും അത് പല ലിപിയിലാണ്. അത് ഏതാ ലിപിയെന്ന് എനിക്ക് മനസ്സിലായില്ല. അങ്ങനെ ഈ എന്താ പറയുക താഴത്തെ ടൈലാണെങ്കിൽ പോലും അത് ചൈനയിൽ നിന്ന് ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്തിട്ടുള്ള ടൈലാണ്. അതും പലതും പല ഡിസൈനാണ്, എല്ലാം യുണീക്കാണ് അവിടെ. അതുപോലെ തന്നെ ഈ ഷാൻഡ്ലിയേഴ്സും ലൈറ്റ്സും ഒക്കെ തന്നെ വളരെ ഡിഫറെൻ്റാണ്. ഭയങ്കര വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾക്ക് ബസ് കയറാനുള്ള സ്ഥലത്തേക്ക് അത് വന്നിറങ്ങിയ മറൈൻ ഡ്രൈവിലേക്ക് തന്നെ തിരിച്ചു പോവുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഇന്ത്യൻ നേവിയുടെ സൈറ്റ് കണ്ടത്. ഇവിടെ അധികം വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഞങ്ങൾ ബസ്സിലിരുന്ന് സൂം ചെയ്ത് വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിൽ കയറാനുള്ള KSRTC ബസ് കയറി. ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും ഇതുപോലെ പുതിയ വെറൈറ്റി യാത്ര പോകാൻ പറ്റത്തേന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ യാത്ര അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാമായിരിക്കും.